ക്രിപ്റ്റോയിൽ കാശ് ഉണ്ടാക്കുന്നതിനേക്കാളും 10 ഇരട്ടി എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കാശ് കളയുക. അതെ, വെരി ഈസി. നമ്മൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ മതി, നമ്മൾ റോങ് കോയിൻസിൽ ചെന്ന് ചാടും, കാശ് പോകും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ടൈപ്സ് ഓഫ് കോയിൻസ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഏതൊരു ടോക്കണിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയാലും അത് ഈ ക്രൈറ്റീരിയയിൽ വരുന്നതല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. എന്നിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് പൊട്ടൻഷ്യലും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കുന്നത്. സോ ഏത് തരത്തിലുള്ള കോയിനുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺ നമ്മൾ ഒഴിവാക്കേണ്ടത് ഫോർക്സ് ആണ്. അതായത് പഴയ കോയിൻ്റെ ഫോർക്സ്, അതായത് സോഴ്സ് കോഡ് എടുത്തിട്ട് ജസ്റ്റ് പേര് ലോഗോ മാറ്റി എന്തെങ്കിലുമൊക്കെ ബേസിക് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇറക്കുന്നു. ഓക്കെ, അത്തരത്തിലുള്ള കോയിൻ നമ്മൾ ഡെഫിനറ്റ്ലി ഒഴിവാക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ബുൾ സൈക്കിളിൽ ഉണ്ടായിട്ടിരുന്ന കോയിൻ്റെ ഫോർക്സ് ആണെങ്കിൽ നമ്മൾ തൊടാനേ പാടില്ല. ചില വീഡിയോസിലൊക്കെ ഇപ്പോഴും ആൾക്കാർ അന്നത്തെ കോയിൻസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. യു ഷുഡ് ബി വെരി കെയർഫുൾ. പ്രത്യേകിച്ച് ഒരു ഇന്നോവേഷനും നടക്കാത്ത കോയിനുകളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ് കോയിൻ, എത്തീരിയം ക്ലാസിക്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കാരണം ഇപ്പോൾ ലൈറ്റ് കോയിനിലൊക്കെ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ നടന്നിട്ട് വർഷങ്ങളായി കാണും. അറ്റ്ലീസ്റ്റ് ഐ എം നോട്ട് അവെയർ. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ ലൈറ്റ് കോയിൻ, BCH അല്ലെങ്കിൽ ETC എന്നൊക്കെ പറയുന്നുണ്ട്. ദർ ഇസ് നോ ഫണ്ടമെൻ്റൽ റീസൺ വി ഷുഡ് പേ അറ്റൻഷൻ ടു ദാറ്റ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺസ് ആണ് ടോക്കൺസ് വിത്ത് ഹ്യൂജ് സപ്ലൈ ആൻഡ് ഹ്യൂജ് സപ്ലൈ അൺലോക്സ് ഫോർ ദ നെക്സ്റ്റ് 6 months എന്ന് പറയുന്നത്. അതായത് ചില കോയിൻസ് അല്ലെങ്കിൽ ചില പ്രൊജക്റ്റുകൾ ഭയങ്കര ഹെവിയാണ്. അത് പെട്ടെന്നൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് ഇഷ്ടംപോലെ ഫണ്ട്സ് വേണം അത് മാർക്കറ്റ് ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ അതിനുള്ള ടെക്നിക്കായിട്ട് അവർ ചെയ്യുന്നത് അവരുടെ ഹ്യൂജ് ടോക്കൺസ് അവർ ആദ്യം മിൻറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് പീരിയോഡിക്കലി അവർ ടോക്കൺസ് അൺലോക്ക് ചെയ്യും. ഉദ്ദേശം വേറൊന്നുമല്ല, ഉദ്ദേശമൊക്കെ നല്ല തന്നെ. ആ ടോക്കൺസ് കിട്ടുന്ന ഫണ്ട് കൊണ്ട് അവർ കോഡ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ എവറി ഡേ അല്ലെങ്കിൽ എവറി വീക്ക് മാർക്കറ്റിലേക്ക് ഹ്യൂജ് സപ്ലൈ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ കോയിൻസ് വി ഷുഡ് നോട്ട് ടച്ച്. അതിനുള്ള ഒന്നാം തരം എക്സാമ്പിളാണ് XRP എന്ന് പറയുന്നത്. ഓക്കെ, XRP ഇവരുടെ പറയുമ്പോൾ അത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഫാസ്റ്റ് ആക്കാനുള്ള പ്രൊജക്റ്റൊക്കെയാണ്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് വാല്യൂ പ്രൊപ്പോസിഷൻ, വെരി ബിഗ് യൂസ് കേസ്. ഓക്കെ, ഒരു 10 വർഷം 15 വർഷം ഡൗൺ ദ ലൈൻ അത് തന്നെയാണ് ഫ്യൂച്ചർ, നോ ഡൗട്ട്. പക്ഷേ ബാങ്കിനെ ലോബി ചെയ്യുന്നതിനും ബാങ്കിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എവറി വീക്ക് ഡേ സെൽ സം ടോക്കൺസ്. അപ്പോൾ പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടാനുള്ള ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് സപ്ലൈ വരുന്നു, പ്രൈസ് കുറയുന്നു. അപ്പോൾ XRP അത്തരത്തിലുള്ളൊരു ടോക്കണാണ്. പിന്നീട് ഇതുപോലെയുള്ള ഒരു വേറൊരു കൺസെപ്റ്റിലുള്ളതാണ് വേൾഡ് ടോക്കൺ. അവർ ഐ സ്കാനർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഈ ഐ സ്കാൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി അവിടെ ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണ്, തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് റിവാർഡായിട്ട് അവർ വേൾഡ് കോയിൻ എയർ ഡ്രോപ്സ് തരുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടോക്കൺസ് ആർ ബീയിങ് എയർ ഡ്രോപ്പ് ടു ദ പീപ്പിൾ. ഏകദേശം ഒരു 2 മില്യൺ തൊട്ടിട്ട് 3 മില്യൺ വരെയാണ് ഡെയിലി അതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. സോ അഗെയിൻ ഹ്യൂജ് സപ്ലൈ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടോക്കണുകൾ നമ്മൾ ഒഴിവാക്കണം. അതായത് ടെക്നോളജിക്കലി ഇറ്റ് മേ ബി വെരി ഗുഡ്, വെരി ബിഗ് യൂസ് കേസ്, പക്ഷേ ഹ്യൂജ് അൺലോക്സ് ഉണ്ട്. ഇപ്പോൾ ഫയൽ കോയിനൊക്കെ ആ ടൈപ്പിൽ പെട്ടതെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ചെക്ക്. ആൻഡ് ഹ്യൂജ് സപ്ലൈ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. ഇതൊക്കെ സ്കാം ആണെന്നോ റഗ്ഗാണെന്നോ അല്ല ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസ് കുറയും, കാരണം ഹ്യൂജ് സപ്ലൈ വരുന്നത് കൊണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, സൂയ് എന്ന് പറയുന്ന ചെയിൻ 100x ആകുമെന്നുള്ളത്.
അതിൻ്റെ ടോക്കൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇറ്റ്സ് എ ഹ്യൂജ് സപ്ലൈ അതിനുണ്ട്. അപ്പോൾ അതൊക്കെ $100 ആവുന്നുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ നമ്മൾ അത്തരം ഡെല്യൂഷനിൽ പെട്ട് അത്തരം കോയിനുകളാണ് നമ്മളുടെ ഫണ്ട് മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല പ്രോഫിറ്റ് അവിടെ പോകും. ഓക്കെ, അത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ എങ്ങനെ കാശ് കളയാമെന്നല്ല, കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ കുറയും എന്നുള്ളതാണ് ഈ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺസ് ആണ് പണ്ട് എത്തീരിയം കില്ലർ അല്ലെങ്കിൽ മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ കുറേ എന്തൊക്കെയോ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ടൈപ്പ് കോയിൻസ്. ഇത്തരത്തിലൊരെണ്ണമാണ് ട്രോൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് എത്തീരിയത്തിൻ്റെ ക്ലോണാണ്. ദർ ഈസ് നോ ഇന്നോവേറ്റീവ് ഫീച്ചർ, നത്തിങ് ന്യൂ. ആകെയുള്ള ഒരു കാര്യം അതിൻ്റെ ഫീസ് കുറവാണ് എന്നുള്ളത് കൊണ്ട് കുറേ ആപ്സൊക്കെ ഡെവലപ്പായി വന്നു, പക്ഷേ പിന്നീട് അത് അനങ്ങിയേ ഇല്ല. പക്ഷേ ഈ അടുത്ത് മീം കോയിൻ മാനിയയ്ക്ക് വേണ്ടിയിട്ട് sun.pump എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് അവർ ട്രോൺ ചെയിൻ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അഗെയിൻ ഇറ്റ്സ് എ ഗോസ്റ്റ് ചെയിൻ, നോ യൂട്ടിലിറ്റി, നോ ഇന്നോവേറ്റീവ് ആപ്സ്, നത്തിങ്. ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചത് sun.fund എന്നുള്ള ആപ്പ് വഴി ജസ്റ്റിൻ ട്രോൺ ഉണ്ടാക്കിയത് ഏകദേശം $2 ബില്യൺ എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് ചെയിൻ, ജസ്റ്റ് എൻ എത്തീരിയം ചെയിൻ, ഓൺലി മാർക്കറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. പിന്നെ ഇത്തരത്തിൽപ്പെട്ട ഒരു കോയിനാണ് കാർഡാനോ, അഡ. അത് ഫണ്ടമെൻ്റലി ടെക്നിക്കലി ഡിഫറെൻ്റ് ആണ്. ഏകദേശം 54 റിസർച്ച് പേപ്പർ പേറ്റൻറ്റഡ് ഉണ്ട്. എത്തീരിയം ഫൗണ്ടർ ചാൾസ് ഹോക്കിൻസൺ ആണ്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരൊറ്റ ചോദ്യം, കഴിഞ്ഞ 7 വർഷമായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഒരു നല്ല പ്രൊഡക്റ്റോ അഡോപ്ഷനോ കിട്ടുന്നില്ല? കഴിഞ്ഞ ബുൾറണ്ണിൽ ദേ മെയ്ഡ് ഹ്യൂജ് റിട്ടേൺസ്, ഐ എഗ്രി. പക്ഷേ ഇപ്രാവശ്യം അവരെവിടെ നിൽക്കുന്നു? ഐ ഡോണ്ട് നോ. അതായത് അവർ 4 അപ്ഡേറ്റുകളൊക്കെ ഒരു 4 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, ഗോഗൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തു പറ്റി അറിയില്ല. ഇതുപോലെ ഒരുപാട് ഗോസ്റ്റ് ചെയിനുകളുണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസോസ്, ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരു കോയിനാണ് കഴിഞ്ഞ ചെയിനിൽ. ഇപ്പോൾ അതിൻ്റെ ഒന്നും അഡ്രസ്സേ ഇല്ല. ഇത് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കഴിയുമ്പോൾ, അതായത് നമ്മൾ ആക്ച്വൽ ബുള്ളണിലേക്ക് കയറി കഴിയുമ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫീച്ചറൊക്കെ വെച്ചിട്ട് മാർക്കറ്റിംഗ് വരും. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് പെയ്ഡ് ഷീൽഡ്സ്, ബി കെയർഫുൾ. ഇങ്ങനത്തെ ഒത്തിരി ചെയിനുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിയോ ഉണ്ട്, അല്ലെങ്കിൽ EOS ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെയിനുകളുണ്ട്. എത്തീരിയം കില്ലർ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാർക്കറ്റിങ്ങും ICOയും ഫണ്ടൊക്കെ ഉണ്ടാക്കി. ചിലതിലൊക്കെ ജെനുവിൻ റിസർച്ചും ജെനുവിൻ ഡിഫറൻസൊക്കെ ഉണ്ട്, പക്ഷേ ദേ ഫെയിൽ ടു ഗെറ്റ് ട്രാക്ഷൻസ്. അതൊക്കെ ഇപ്പോൾ വരും. അവിടെയാണ് വി ഷുഡ് ബി കെയർഫുൾ. നാലാമത്തെ ടൈപ്പാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഹൈ റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ. അതിനെ ചുരുക്കി പറഞ്ഞാൽ 1 മീം കോയിൻസും 2 മൈക്രോ ക്യാപ്സും. ഇതിൻ്റെ ഒരു ജനറൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ബേസിലാണ് ആദ്യം റൺ ചെയ്യുക. ചില മൈക്രോ ക്യാപ് പ്രൊജക്റ്റുകൾ ജെനുവിൻ ആണെങ്കിലും അത് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് വരെ നമുക്കറിയില്ല. അപ്പോൾ ബുൾറൺ ആയതുകൊണ്ട് ഒരു ഓളത്തിൽ കയറിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക് എൻഡിൽ ആരാണെന്നോ ശരിക്കും അത് ഡീസെൻട്രലൈസ്ഡ് ആണോ എന്നോ ഒന്നും അറിയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാം മൈനിങ് ആപ്പുകളുണ്ട്, ടെലിഗ്രാം ആപ്സുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ശരിക്ക് ക്രിപ്റ്റോ ആവണം എന്ന് തന്നെ ഇല്ല, നമുക്കറിയില്ല. അതൊക്കെ ടെലിഗ്രാം ആപ്സാണ്. അതിൻ്റെ ബാക്ക് എൻഡിൽ മൈനിങ് ഉണ്ടോ ഇല്ലയോ, വെറുതെ ടാപ്പ് മൈനിങ്, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ പ്രൊപ്പോസിഷൻ? അതിൻ്റെ ഉള്ളിലൊരു ഡീസെൻട്രലൈസേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതുപോലും നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാം ഒന്ന് API കോൾ വെച്ചിട്ട് ജസ്റ്റ് റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിഗ്രാം ബൈ ബോട്ട്സ് ഉണ്ട്. ഒരു നമ്മുടെ ബെയർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഓളമാണത്. നോ KYC, നത്തിങ്, യു ക്യാൻ ബൈ യൂസിങ് ടെലിഗ്രാം ബോട്ട്സ്. ഇതൊക്കെ ജസ്റ്റ് എക്സ്ചേഞ്ച് എന്നുള്ള സെൻട്രലൈസ്ഡ് API വെച്ചിട്ട് ടോക്കൺ മേടിക്കുന്നു, സ്വാപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദർ ഈസ് നത്തിങ് മോർ. അപ്പോൾ ഈ ജാതി ടോക്കൺസ്, മൈക്രോ ക്യാപ്സ്, ഇതൊക്കെ ഒരു ബൂമിൽ വരും. അവർ കുറച്ച് ഷില്ലേഴ്സിനെ കൊണ്ടുവരുന്നു, യൂട്യൂബേഴ്സിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നു, കുറച്ച് എന്തൊക്കെയോ കാണിക്കുന്നു, ഒരു ബെയർ മിനിമം വർക്കിംഗ് പ്രൊഡക്റ്റ്. ഫണ്ട് വന്നു കഴിയുമ്പോൾ നാച്ചുറലി എക്സിറ്റ്. പിന്നെ സംഭവിക്കുന്നത് ഇതേ സോഴ്സ് കോഡ് എടുത്തിട്ട് വേറൊരു പേരിൽ പോകുന്നു, ഉണ്ടാക്കുന്നു. ഇതാണ് നാലാമത്തെ കാറ്റഗറി. ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് കോയിൻസ് ആണ് മഷ്റൂം കോയിൻസ്. അതായത് ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വൺ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക നരേറ്റീവ് തുടങ്ങിയ
ഡെയിലി ആ നരേറ്റീവിൽ ഈ 100 കണക്കിന് കോയിനുകൾ ഇറങ്ങും. അതുപോലെ നമ്മുടെ ട്വിറ്റർ ഫീഡോ യൂട്യൂബോ എവിടെ സെർച്ച് ചെയ്താലും ഈ കോയിനുകളുടെ പ്രൊമോഷനായിരിക്കും. ആക്ച്വലി ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ബാക്ക് എൻഡിൽ. ഇത്തരത്തിലുള്ള കോയിനുകളിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ അതിന് വർക്കിംഗ് പ്രൊഡക്റ്റ് വല്ലതും ഉണ്ടോ എന്നാണ്. 90% പ്രൊജക്റ്റുകൾക്കും വെറും റോഡ് മാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. റോഡ് മാപ്പും വൈറ്റ് പേപ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, വെബ്സൈറ്റ് എക്സെപ്ഷണലി ഗുഡായിരിക്കും. അതായത് യു ഐ എക്സെപ്ഷണലി ഗുഡായിരിക്കും. ആര് കണ്ടാലും ഇമ്പ്രസീവായിട്ട് തോന്നും. ഒരു ഫൗണ്ടർ പോലും ഡോക്സ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കണ്ടാൽ വി ഷുഡ് സ്റ്റേ അവേ. അത് ബുൾറണ്ണിൻ്റെ ഹൈപ്പ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന മഷ്റൂം കോയിൻസ് ആണ്. ആ 3 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, 1 എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ്, 2 ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഓഫേർഡ്, നത്തിങ് ഡെവലപ്ഡ്, ഓഫറിങ് വെറും ടെക്സ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, 3 ഫീച്ചേഴ്സിന് ഒരു പ്രോപ്പർ റോഡ് മാപ്പ് ഉണ്ടാകും, നോ പ്രോട്ടോടൈപ്പ്, നോ വർക്കിംഗ്, 4 ടീം മെമ്പേഴ്സ് ആരും ഡോക്സ്ഡ് ആയിരിക്കില്ല. ഇവരെവിടെ നിന്നാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള കോയിനുകൾ ഒരു ലോഡ് കണക്കിന് വരും. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ നോക്കി വെച്ചോ, ഇത് ഷില്ലിങ്ങിൻ്റെ പൂരം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കോയിനുകൾ കണ്ടാൽ ബെറ്റർ സ്റ്റേയിങ് അവേ, അതാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ കോയിൻസുകളെല്ലാം നമ്മൾ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാശ് കളയാനുള്ള വഴികളാണ് ഇതിൽ ചെന്ന് ചേരുന്നത്. ഇതിൽ തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല റിട്ടേൺസ് കിട്ടുന്നതിന് പകരം ചെറിയ റിട്ടേൺസിൽ ഒതുങ്ങി പോകാവുന്ന ചില ടോക്കൺസും, രണ്ടാമത്തെ കാറ്റഗറി പക്കാ സ്കാംസും. ഇത് രണ്ടും ഇൻ ടേംസ് ഓഫ് കോയിൻസ് ആണ്. ഇത് കൂടാതെ ഒരു ബോണസ് പോയിന്റും കൂടിയുണ്ട്. അതാണ് MLM പോലത്തെ ക്രിപ്റ്റോ പ്രൊജക്റ്റുകളിൽ ചേരുക എന്നുള്ളത്. അതായത് ഡെയിലി 10%, 20%, അല്ലെങ്കിൽ മന്ത്ലി ഇരട്ടിയാക്കി തരാം, ഇങ്ങനെയുള്ള 100 ഓഫേഴ്സും കൊണ്ടുവരും. അതായത് നമ്മളൊന്നും ചെയ്യണ്ട, വി ജസ്റ്റ് നീഡ് ടു ഡെപ്പോസിറ്റ് ദ മണി. അവരുടെ ബോട്ട് അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് ആൽഗോ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കാശ് പ്രിൻറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. ഇത് 100% ഫേക്കാണ്. കാരണം അങ്ങനെ പറ്റുമെങ്കിൽ അവർക്കത് ചെയ്താൽ മതി, നമ്മളെ കാശ് കരാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്കീമിൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ MLM പോലെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അടുത്ത് ഞാനൊരു ഡോജ് കോയിൻ മൈനിങ്ങിൻ്റെ ഒരു പ്രോപ്പർട്ടി കണ്ടിരുന്നു. നമ്മളൊരു 40,000 50,000 അങ്ങോട്ട് കൊടുത്താൽ അവർ നമുക്ക് വേണ്ടി മൈനേഴ്സ് മേടിച്ച് മൈൻ ചെയ്യുമെന്ന്. അങ്ങനത്തെ ഇതൊന്നും വേണ്ട. ബി കെയർഫുൾ. ജെനുവിൻലി നമുക്ക് നല്ല കോയിൻസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സിനൊന്നും പോകരുത്. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇനി ഇങ്ങോട്ട് വരും MLM പോലെ. അതായത് നിങ്ങളങ്ങോട്ട് ചേരുക ആദ്യം, പിന്നീട് റെഫറൽ ലിങ്ക് കിട്ടും, റെഫർ ചെയ്താൽ മറ്റേയാളുടെ ഡെപ്പോസിറ്റിൻ്റെ 50% പ്ലസ് നിങ്ങളുടെ കാശ് മൈൻ ചെയ്തിട്ട് ഇരട്ടിയാകും എന്നൊക്കെ. ഇത് പ്രത്യേകിച്ച് ഇത് ആദ്യത്തെ കുറച്ച് നാൾ വർക്ക് ചെയ്യും, നമുക്കത് അറിയില്ല. കാരണം ഗോൾഡൻ വരുമ്പോൾ എക്സ്റ്റേണൽ മണി വരുന്നു, ഇതിൽ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ 2-3 മാസമൊക്കെ പേ ഔട്ട് വൃത്തിയായിട്ട് നടക്കും. അപ്പോൾ നമുക്കത് ജെനുവിനാന്ന് തോന്നും, നമ്മൾ കൂടുതൽ കാശിടും, അവസാനമൊക്കെ കൂടി പോകും. സോ സ്റ്റേ അവേ ദിസ് ഓൾസോ. അപ്പോൾ ഈ 6 വഴികളാണ് ക്രിപ്റ്റോയിൽ കാശ് കളയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് കാശ് ഉണ്ടാക്കണോ കളയണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് മേക്ക് വൈസ് ഡിസിഷൻസ്. പിന്നെ ഇത്രയും മനസ്സിലാക്കിയ ശേഷം പുതിയ കോയിനുകൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഒരു ചോദ്യമുണ്ട്. അതിന് നല്ല റിസർച്ചും ഒരു നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ടും ആവശ്യമാണ്. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ജോയിൻ അവർ ടെലിഗ്രാം. പുതിയ കോയിനുകൾ ഇറങ്ങുന്നതിനും അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് നടത്തുന്നതിനും അതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ടെലിഗ്രാം ഗ്രൂപ്പ്. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, പ്ലീസ് ജോയിൻ ഇറ്റ്. ക്രിപ്റ്റോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7-8 ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ക്രിപ്റ്റോ ഫ്രണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രോസ്.